തിരുവനന്തപുരം ജില്ലയിലെ അഞ്ചുതെങ്ങ് ഇന്ത്യയിലെ ബ്രിട്ടീഷുകാരുടെ ആദ്യകാല അധിനിവേശ സ്ഥലങ്ങളിൽ ഒന്നായിരുന്നു. സമുദ്ര സാമീപ്യമുള്ള സ്ഥലമായതിനാൽ തന്നെ ബ്രിട്ടീഷുകാർ അവരുടെ സൈനിക പ്രാധാന്യമുള്ളൊരു സ്ഥലമാക്കി അഞ്ചുതെങ്ങിനെ മാറ്റിയെടുക്കാൻ ആഗ്രഹിച്ചു. തുടർന്ന് 1690 ബ്രിട്ടീഷുകാർ അന്നത്തെ ആറ്റിങ്ങൽ ഭരണാധികാരിയായ ഉമയമ്മ റാണിയിൽ നിന്ന് അഞ്ചുതെങ്ങിൽ ഒരു കോട്ട പണിയാൻ അനുവാദം നേടിയെടുത്തു. തീരദേശത്തോട് ചേർന്ന് 281 ഏക്കർ സ്ഥലമാണ് കോട്ട പണിയാനും അവരുടെ താവളമുറപ്പിക്കാനുമായി ആറ്റിങ്ങൽ റാണിയിൽ നിന്നും ബ്രിട്ടീഷുകാർ പതിച്ചു വാങ്ങിയത്. 1695 കോട്ടയുടെ പണി പൂർത്തിയായി. ആറ്റിങ്ങൽ പ്രദേശത്ത് ഫ്രഞ്ചുകാർക്കുള്ള വ്യാപാര കുത്തക ഒഴിവാക്കാൻ ബ്രിട്ടീഷുകാർക്ക് അവിടെ താവളം അനിവാര്യമായിരുന്നു. ഇംഗ്ലണ്ടിൽ നിന്നും വരുന്ന കപ്പലുകളുമായി സിഗ്നൽ കൈമാറുന്ന ഒരു സിഗ്നൽ സ്റ്റേഷൻ കൂടിയായിരുന്നു അവരുടെ അഞ്ചുതെങ്ങ് കോട്ട. അതിനായി അഞ്ചുതെങ്ങ് കോട്ടയോട് ചേർന്ന് ഒരു ലൈറ്റ് ഹൗസും അവർ സ്ഥാപിച്ചിരുന്നു. ഹൈദരലിയുമായി ഉണ്ടായ യുദ്ധത്തിൽ വെടിക്കോപ്പുകളും മറ്റ് ആയുധങ്ങളും സൂക്ഷിക്കാൻ വേണ്ടി ഈ കോട്ട ഉപയോഗിച്ചിരുന്നു. ചതുരാകൃതിയിലുള്ള വിശാലമായ ഈ കോട്ടയുടെ 4 മൂലകളിലായി 4 കൊത്തളങ്ങളുണ്ട്. 2 കടലിലേക്കും 2 കരയിലേക്കും അഭിമുഖമായാണ് ഈ കൊത്തളങ്ങൾ നിൽക്കുന്നത്. ഈ കോട്ട കേന്ദ്രീകരിച്ചാണ് ചരിത്രപ്രസിദ്ധമായ ആറ്റിങ്ങൽ കലാപം നടന്നത്. വ്യാപാരത്തിനായി വന്ന ബ്രിട്ടീഷുകാർ കുരുമുളക് കച്ചവടത്തിന്റെ കുത്തക ഏറ്റെടുക്കുകയും കച്ചവടം എന്നത് അധിനിവേശത്തിലേക്ക് വഴിതിരിയുകയും ചെയ്തപ്പോൾ കമ്പനിയെ എതിർക്കുന്ന നയത്തിലേക്കെത്താൻ പ്രദേശവാസികൾ നിർബന്ധിതരായി. തുടർന്ന് 1697 ജനങ്ങൾ സംഘടിച്ച് കോട്ട ആക്രമിച്ചു. കുരുമുളകിന്റെ കുത്തക നേടിയെടുക്കാനായി ആറ്റിങ്ങൽ റാണിക്ക് എല്ലാ വർഷവും വിലപിടിപ്പുള്ള സമ്മാനങ്ങളും മറ്റും നൽകിയിരുന്ന ആളാണ് വില്യം ഗേഫോർഡ് എന്ന മേജർ. 1721 ഏപ്രിൽ 15 ഇതുപോലെ മഹാറാണിയെ കണ്ട് വിലപിടിപ്പുള്ള സമ്മാനങ്ങൾ കൈമാറി മടങ്ങി വന്ന വില്യം ഗീഫോർഡിനെയും 140ഓളം ബ്രിട്ടീഷ് പട്ടാളത്തെയും നാട്ടുപ്രമാണിമാരുടെ നേതൃത്വത്തിൽ പ്രദേശവാസികൾ ആക്രമിക്കുകയും കൊന്ന് പുഴയിലെറിയുകയും ചെയ്തു. ഈ സംഭവമാണ് കേരളത്തിൽ ബ്രിട്ടീഷുകാർക്കെതിരെ നടന്ന ആദ്യത്തെ സംഘടിത കലാപം, ചരിത്രപ്രസിദ്ധമായ ആറ്റിങ്ങൽ കലാപം. 1813 കോട്ടയുടെ പ്രവർത്തനങ്ങൾ പൂർണ്ണമായും നിർത്തലാക്കുകയും കോട്ടയും അത് നിൽക്കുന്ന പ്രദേശങ്ങളും തിരുവിതാംകൂർ രാജ്യത്തോട് ചേർക്കുകയും ചെയ്തു. കോട്ടയുടെ കവാടം കടന്ന് നടുത്തളത്തിലേക്ക് എത്തുമ്പോൾ നമുക്ക് ചുറ്റും കാണുന്ന കാഴ്ചകൾ ആ ചരിത്ര സംഭവങ്ങൾ വീണ്ടും നമ്മെ ഓർമ്മിപ്പിക്കും. ഏതാനും ചില ബ്രിട്ടീഷുകാരുടെ ശവകുടീരവും ഇവിടെയുണ്ട്. അതിൽ പ്രധാനപ്പെട്ട ഒരു ശവകുടീരം അഞ്ചുതെങ്ങിലെ കമാൻഡറായിരുന്ന ജോൺ ബാബോണിന്റെ പത്നി ഡി ബേക്കിൻ്റെതാണ്. അഞ്ചുതെങ്ങ് കോട്ടയുടെ ചരിത്രം പരിശോധിക്കുമ്പോൾ മനസ്സിനെ ഏറ്റവും അധികം വിഷമിപ്പിക്കുന്നത് ഈ 7 തൂണുകളാണ്. നിരപരാധികളായ പ്രദേശവാസികളെ ബ്രിട്ടീഷ് പട്ടാളക്കാർ കെട്ടിയിട്ട് ക്രൂരമായി തല്ലിച്ചതച്ചിരുന്നത് ഈ തൂണുകളിലായിരുന്നു. ഒരുപാട് നിരപരാധികളുടെ ചോരയുടെയും കണ്ണീരിൻ്റെയും കഥ പറയാനുണ്ടാകും ഈ 7 തൂണുകൾക്ക്. കോട്ടയുടെ ഒരു മൂലയിലായി ഒരു തുരങ്കപാത നമുക്ക് കാണാൻ സാധിക്കും. ഈ തുരങ്കപാത ഇപ്പോൾ അടച്ചിട്ടിരിക്കുകയാണ്. പണ്ടുകാലത്ത് കടലിലേക്ക് ചെല്ലുന്ന രഹസ്യ വഴിയാണിത് എന്ന് പറയപ്പെടുന്നു. 1921 കേന്ദ്ര ഗവൺമെൻറ്റും ഈ സ്ഥലം ദേശീയ പ്രാധാന്യമുള്ള സ്മാരകമായി പ്രഖ്യാപിച്ചു. ഇപ്പോൾ കേന്ദ്ര പുരാവസ്തു വകുപ്പിൻ്റെ കീഴിലാണ് ഇവിടം. രാവിലെ 8 മണി മുതൽ വൈകുന്നേരം 5 മണി വരെയാണ് ഈ കോട്ടയിലേക്കുള്ള പ്രവേശന സമയം. പ്രവേശനം പൂർണ്ണമായും സൗജന്യമാണ്.